ഹലോ, നമുക്കിന്ന് ചെക്കുകളെ പറ്റി കൂടുതൽ അറിയാം. സാധാരണയായി നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും പണം പിൻവലിക്കാൻ നമ്മൾ ATM-നെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. എന്നാൽ ഒരു വലിയ എമൗണ്ട് വിഡ്രോ ചെയ്യാൻ ATM വഴി സാധിക്കുകയില്ല. ഈ സന്ദർഭത്തിലാണ് നമ്മൾ ചെക്ക് യൂസ് ചെയ്യുന്നത്. ഒരു ചെക്കിൽ മെയിനായി 3 പാർട്ടീസ് ആണ് വരുന്നത്: ഡ്രോയർ, ഡ്രോയി, പേയർ. ആരാണ് ആ ചെക്ക് ഇഷ്യൂ ചെയ്യുന്നത്? അതാണ് ഡ്രോയർ, അതായത് അക്കൗണ്ട് ഹോൾഡർ. ഡ്രോയി ആയി വരുന്നത് ബാങ്ക് ആണ്. എമൗണ്ട് റിസീവ് ചെയ്യുന്ന ആളാണ് പേ. ഇനി നമുക്ക് എങ്ങനെയാണ് ഒരു ചെക്ക് തെറ്റുകൂടാതെ ഫിൽ ചെയ്യുന്നത് നോക്കാം. ഇതാണ് ഒരു ചെക്ക് ലീഫിന്റെ സാമ്പിൾ. ഒരു ചെക്കിന് ഇമ്പോർട്ടന്റ് ആയി നൽകേണ്ടതാണ് ഡേറ്റ്. ഇവിടെയാണ് ഡേറ്റ് നൽകേണ്ടത്. എല്ലാ ചെക്ക് ലീഫിന്റെയും ലെഫ്റ്റ് ടോപ്പ് എൻഡിലായിട്ട് ബ്രാഞ്ച് നെയിം, IFSC കോഡ് എന്നിവ കാണാൻ കഴിയും. അതുപോലെ തന്നെ താഴ്ഭാഗത്തായി അക്കൗണ്ട് നമ്പർ ഉണ്ട്. ഇനി നിങ്ങൾക്ക് പേ എന്ന് കാണുന്ന ഭാഗത്ത് നിങ്ങളുടെ പേര് എഴുതേണ്ടതാണ്. ഇവിടെ പേരിന് മുൻപായി ഗ്യാപ്പ് ഇടാതെ എഴുതാൻ ശ്രദ്ധിക്കണം. അക്കൗണ്ട് ഉടമ തന്നെയാണ് ക്യാഷ് വിഡ്രോ ചെയ്യുന്നതെങ്കിൽ സെൽഫ് എന്നും, മറ്റാർക്കെങ്കിലും ആണ് കൊടുക്കുന്നത് എങ്കിൽ അവരുടെ പേരും എഴുതാം. അതിന്റെ തൊട്ടടുത്തായി കാണുന്ന ബെയറർ എന്ന വാക്ക് വെട്ടിക്കളഞ്ഞില്ലെങ്കിൽ ആ ചെക്ക് കൊണ്ടുവരുന്ന ആർക്ക് വേണമെങ്കിലും പണം വിഡ്രോ ചെയ്യാൻ കഴിയുന്നതാണ്. തൊട്ട് താഴെ കാണുന്ന റുപ്പീസ് എന്ന് കഴിഞ്ഞുള്ള ബ്ലാങ്ക് സ്പേസിൽ വേർഡ്സിൽ എമൗണ്ട് എഴുതേണ്ടതാണ്. ഉദാഹരണത്തിന് 5 ലക്ഷം രൂപയാണ് എങ്കിൽ 5 lakhs only എന്ന് വേർഡ്സിൽ എഴുതേണ്ടതാണ്. കൂടാതെ തൊട്ട് സൈഡിൽ കാണിച്ചിരിക്കുന്ന കോളത്തിൽ ഡിജിറ്റ്സ് എമൗണ്ട് എഴുതേണ്ടതാണ്. ചെക്കിന്റെ താഴെയായി അക്കൗണ്ട് ഹോൾഡറിന്റെ പേര് കാണാൻ സാധിക്കും. അതിന്റെ തൊട്ടു മുകളിലായി വേണം സിഗ്നേച്ചർ ഇടാൻ. ഇത്രയും ഫിൽ ചെയ്തതിന് ശേഷം ചെക്കിന്റെ പുറകുവശത്ത് അക്കൗണ്ട് ഹോൾഡറിന്റെ പേരും സിഗ്നേച്ചറും ഇടാൻ ശ്രദ്ധിക്കണം. ചെക്കിന്റെ കൂടുതൽ വിവരങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം.